പൃഥ്വിരാജ് എന്ന നടന്റെ 2003 സിനിമകളെ കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. 2003 ഏകദേശം 5ഓളം സിനിമകൾ പൃഥ്വിരാജിന്റെ തിയേറ്ററിലെത്തി. അതിൽ സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പൃഥ്വിരാജിന് അന്ന് ലഭിച്ചു. ബാക്കി സിനിമകളൊന്നും വിചാരിച്ച പോലെ അങ്ങ് ഏറ്റില്ല. ഇത് കഴിഞ്ഞ് 2004 പറഞ്ഞ വർഷം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് പൃഥ്വിരാജ് ആ ഒരു വർഷത്തിലേക്ക് കിടന്നത്. പൃഥ്വിരാജിന് കുറെ അവസരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയത്. പക്ഷെ സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം പൃഥ്വിരാജിന്റെ കരിയറിൽ കുറച്ച് മങ്ങലേൽപ്പിച്ച ഒരു വർഷമായിരുന്നു. അപ്പോൾ ആ ഒരു വർഷത്തെ 2004 എന്ന് പറയുന്ന ഒരു വർഷത്തെ പൃഥ്വിരാജിന്റെ സിനിമകളും അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2004 പൃഥ്വിരാജിന്റെ ആദ്യത്തെ റിലീസ് എന്ന് പറയുന്നത് ആ വർഷം വിഷുവിന് റിലീസായ വെള്ളി നക്ഷത്രം. അതിന് തൊട്ടു മുമ്പത്തെ വർഷമാണ് മീരയുടെ ദുഃഖം മുത്തുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വിനയൻ പൃഥ്വിരാജ് ഒരു കോമ്പിനേഷൻ തുടങ്ങുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. വിനയൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ വിനയൻ ഹൊറർ സിനിമ, നമുക്കറിയാം ഹൊറർ സിനിമകളും കോമഡിയിലൂടെയൊക്കെ വിനയൻ ആളുകളെ കയ്യിലെടുക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ മിടുക്കനാണ്. കുട്ടികൾ മുതിർന്നവരെ ആകാശഗംഗയൊക്കെ വളരെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത ഒരു ഹൊറർ സിനിമ തന്നെയായിരുന്നു വെള്ളി നക്ഷത്രം. ഇപ്പോൾ വെള്ളി നക്ഷത്രം ശരിക്ക് നമ്മൾ നോക്കി അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉണ്ട് ആ ഒരു സിനിമയ്ക്ക്. ആകാശഗംഗയും അന്ന് നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് വിനയൻ ചെയ്തത്. അതുപോലെ തന്നെ കോടികൾ വിനയന് ലാഭം കിട്ടുകയും ചെയ്തു. വെള്ളി നക്ഷത്രത്തിൽ തരുണി എന്ന് പറയുന്ന ആ ഒരു ബാലതാരം, ശരിക്ക് ആ ഒരു കുട്ടിയുടെ തന്നെ കഥയാണത്. ആ കുട്ടിയും പിന്നെ മീനാക്ഷി വേറെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ അഭിനയത്തിൽ സജീവമല്ല. പിന്നെ കാർത്തികയുണ്ട്, ജയസൂര്യ അതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷം ചെയ്തിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ, ജഗദീഷ് അവരൊക്കെ ഓൾറെഡി ആകാശഗംഗയിലും വിനയന്റെ സ്വന്തം ആളുകളായിരുന്നു. സിദ്ദിഖ് ശക്തമായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ്. ഇന്ന് ആ സിദ്ദിഖിന്റെ ആ ലുക്കൊക്കെ വെച്ചിട്ട് കുറെ ട്രോളുകളൊക്കെ ഇന്ന് പലപ്പോഴും ഇറങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ അന്ന് മോഹൻലാലിന്റെ വിസ്മയത്തുമ്പത്തും മമ്മൂട്ടിയുടെ വജ്രം, പിന്നെ ജയസൂര്യ തന്നെ നായകനായ ചതിക്കാത്ത ചന്തു, ഇത്രയും സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സീസൺ തൂക്കിയത് വെള്ളി നക്ഷത്രം തന്നെയാണ്. ചതിക്കാത്ത ചന്തുവാണോ വെള്ളി നക്ഷത്രമാണോ കൂടുതൽ കളക്ഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും വെള്ളി നക്ഷത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. പൃഥ്വിരാജിന് ആദ്യമായിട്ട് ഒരു 100 ദിവസം ഓടിയ ഒരു സിനിമയുടെ മെമൻറ്റോ കിട്ടിയത് വെള്ളി നക്ഷത്രമാണെന്നൊക്കെ നമ്മളത് മുമ്പൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്ത് ഞാൻ പണ്ടൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളതാണ്. എന്തായാലും ആ ഒരു സിനിമ നല്ല കളക്ഷൻ തന്നെയാണ് കിട്ടിയത്. പൃഥ്വിരാജിന് നല്ല ഗുണം കിട്ടി. ഇത് കഴിഞ്ഞ് പിന്നെ പൃഥ്വിരാജിന്റെ തിയേറ്ററിൽ ഇറങ്ങിയത് ആ ഒരു മെയ് മാസം തന്നെ അകലെ എന്ന സിനിമ, ശ്യാം പ്രസാദിന്റെ സിനിമയാണ്. ശ്യാം പ്രസാദിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും. അതിൻ്റെതായ ഒരു ക്ലാസ് ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു സിനിമ തന്നെയാണ്. അകലെ നല്ലൊരു സിനിമയായിരുന്നു. അതിൽ മ്യൂസിക്കും ഒക്കെ നല്ല മ്യൂസിക്കലായി ഷീലയും ഗീതു മോഹൻദാസുമാണ് പൃഥ്വിരാജ് കഴിഞ്ഞാൽ ആ ഒരു സിനിമയിലെ മെയിൻ റോൾസ് ചെയ്തത്. അതിൽ എനിക്ക് തോന്നുന്നതിൽ കൂടുതൽ ആ സിനിമ ഗുണം ചെയ്തിരിക്കുന്നത് ഷീലയ്ക്കും പൃഥ്വിരാജിനുമാണ്. ഷീലയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് സപ്പോർട്ടിങ് ആക്ട്രസിന്. ഗീതു മോഹൻദാസിന് സ്റ്റേറ്റ് അവാർഡ്, കുറേ അവാർഡ്സ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പൃഥ്വിരാജിന് അങ്ങനെ കാര്യമായിട്ടുള്ള അവാർഡ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സിനിമയ്ക്കും സംവിധായകനും ക്യാമറാമാനും ഒക്കെ ആയിട്ട് ഒരുപാട് അവാർഡ്സ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും പൃഥ്വിരാജിന്റെ കരിയറിൽ നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു സിനിമ. ഇത് കഴിഞ്ഞിട്ട് വന്ന ഒരു സിനിമ പൃഥ്വിരാജിന്റെ ശക്തമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രമാണ്. പക്ഷെ ആ ഒരു സിനിമ പൃഥ്വിരാജിന്റെ കരിയറിൽ കുറച്ച് കാലത്തെങ്കിലും മങ്ങലേൽപ്പിച്ചു എന്ന് പറയാം. അതായിരുന്നു സത്യം എന്ന സിനിമ. നമുക്കറിയാം അന്ന് ഈ വെള്ളി നക്ഷത്രം സിനിമ ഏപ്രിലിൽ റിലീസാവുന്നു, ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് വിനയന്റെ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടായിട്ട് പുറത്തായിരുന്നു. ആ സമയത്ത് അമ്മ സംഘടന, താരങ്ങളുടെ സംഘടനയും നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുടെ പേരിൽ തൽക്കാലം സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സിനിമ സമരം വരുന്നു. താരങ്ങളെല്ലാവരും ഒരു സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആ സമയത്ത് പ്രൊഡ്യൂസേഴ്സ് ഇവരുടെ താരങ്ങളുടെ സമരം പൊളിക്കാനായിട്ട് ഒരു സിനിമ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞ് വിനയനെയും അതുപോലെ തന്നെ കമലിനെയും അപ്രോച്ച് ചെയ്യുന്നു. കമൽ അന്ന് പുതുമുഖങ്ങളെ വെച്ച് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ പുതുമുഖങ്ങളാണ് മെയിൻ റോൾസ്. പിന്നെ ലാലുലക്സ് ഉണ്ട്. ലാലുലക്സ് അന്നത്തെ ന്യൂസിലൊക്കെ വായിച്ചത്, ന്യൂസിൽ നമ്മൾ കണ്ടത് എനിക്ക് ഓർമ്മ, അന്ന് ഏത് ന്യൂസ് ചാനലാന്ന് ഓർമ്മയില്ല. അന്ന് ലാലുലക്സും അതുപോലെ തന്നെ പൃഥ്വിരാജ് അപ്പുറത്ത് സത്യം സിനിമ വിനയൻ പ്ലാൻ ചെയ്യുന്നു.
അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് സിനിമകളൊക്കെ. അപ്പോൾ സത്യം ഉടനെ എനിക്ക് തോന്നുന്നു വിനയൻ പെട്ടെന്ന് ഒരു കഥയൊക്കെ ഉണ്ടാക്കി ഉടനെ ഷൂട്ട് തുടങ്ങിയതാണ്. അതിൽ പൃഥ്വിരാജും തിലകനും അഗ്രിമെന്റ് സൈൻ ചെയ്തു. അന്ന് അഗ്രിമെന്റ് ഒപ്പിടണം, ഒരു അഗ്രിമെന്റ് താരങ്ങൾ വേണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത്. അത് പറ്റില്ല എന്നാണ് താരങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ പൃഥ്വിരാജ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, തിലകൻ സൈൻ ചെയ്യുന്നു, ലാലുലക്സ് അപ്പുറത്ത് കമലിന്റെ സിനിമയിൽ സൈൻ ചെയ്യുന്നു, ബാബുരാജ് സൈൻ ചെയ്യുന്നു, സുരേഷ് കൃഷ്ണ, ഇത്രയും പേരാണ് പ്രധാനമായിട്ടുള്ള താരങ്ങൾ. അന്ന് പൃഥ്വിരാജ് മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സംഘടനയായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. ലാലുലക്സ് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്, എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റോളാണ് എനിക്കിത്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മാഗസീൻസിലും മഞ്ഞുപോൽ പെൺകുട്ടി സിനിമയ്ക്ക് റിലീസായ ശേഷം ലാലുലക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പാതേയം, അതുപോലെ തന്നെ മാർക്ക് ആന്റണി, നിറം, ഫാൻറ്റം, ഇങ്ങനെ കുറച്ച് സിനിമകൾ എടുത്തിട്ട് അത്തരത്തിൽ ലാലുലക്സിന്റെ ഒരു മികച്ച റോളാണ് മഞ്ഞുപോൽ പെൺകുട്ടി എന്ന് പറയുന്നത്. എനിക്കൂടെ അന്ന് ലാലുലക്സിന് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പൃഥ്വിരാജിനെ കുറിച്ചാണ് ഞാനത് പറഞ്ഞു പോയി എന്നുള്ളൂ, മഞ്ഞുപോൽ പെൺകുട്ടി സിനിമയെക്കുറിച്ച്. അങ്ങനെ സത്യം സിനിമ ഇതുപോലെ തന്നെ ഷൂട്ട് തുടങ്ങുന്നു. സത്യം സിനിമ ചെയ്തതിൻ്റെ പേരിൽ പൃഥ്വിരാജിന് സംഘടന വിലക്ക് വരുന്നു, മാപ്പ് പറയണമെന്ന് പറയുന്നു. അങ്ങനെ നമുക്കറിയാം കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് പൃഥ്വിരാജിന് സിനിമകളൊന്നും ലഭിക്കുന്നില്ല. പൃഥ്വിരാജിൻ്റെതായ പ്ലാൻ ചെയ്ത പല സിനിമകളൊന്നും പൃഥ്വിരാജിനെ മാറ്റുന്നു. എനിക്ക് തോന്നുന്നു അതിലൊരു സിനിമയായിരുന്നു പ്രിയനന്ദൻ്റെ സിനിമ. പിന്നെ അമൃതം സിനിമ അന്ന് പ്ലാൻ ചെയ്തിരുന്നത് പൃഥ്വിരാജിനെ വെച്ചായിരുന്നു, ജയറാമിൻ്റെ അനിയൻ്റെ വേഷം. പക്ഷെ സിബി മലയിൽ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് പൃഥ്വിരാജിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പൃഥ്വിരാജ് എന്തോ റെമ്യൂണറേഷൻ കൂടുതൽ മേടിച്ചതുകൊണ്ട് പൃഥ്വിരാജിനെ മാറ്റി എന്നുള്ള രീതിയിലാണ് സിബി മലയിൽ പറഞ്ഞത്. എനിക്കതിൽ റോളില്ല എന്നുള്ളതാണ്. പിന്നെ അതല്ല, ഈ സംഘടനയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് പൃഥ്വിരാജിനെ മാറ്റിയതെന്നും അന്ന് പരസ്യമായ ഒരു രഹസ്യമൊക്കെ ആയിരുന്നു അത്. എന്തായാലും അന്ന് പൃഥ്വിരാജിന് കുറേ സിനിമകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ആ സമയത്താണ് പൃഥ്വിരാജ് തമിഴിലേക്കൊക്കെ പോകുന്നത്, കനാകണ്ടൻ സിനിമയിലേക്കൊക്കെ അവസരം കിട്ടുന്നതും ആ സിനിമയൊക്കെ ചെയ്യുന്നതും. പിന്നെ വിനയൻ തന്നെയാണ് പൃഥ്വിരാജിനെ അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞ സിനിമയിൽ കൊണ്ടുവരുന്നത്. അതും 2005 നവംബറിലാണ് അത്ഭുത ദ്വീപ് ഷൂട്ട് തുടങ്ങുന്നത്. തൊട്ടടുത്ത വർഷമായിരുന്നു അത്ഭുത ദ്വീപ് റിലീസായത്. ആ സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്തായാലും ഈ 2004 എന്ന് പറയുന്ന വർഷം 3 സിനിമകൾ സംഭവിക്കുന്നു. അതിലൊരു സൂപ്പർ ഹിറ്റ് സംഭവിച്ചിട്ടും കരിയറിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പൃഥ്വിരാജിൻ്റെതായി സംഭവിക്കുന്നു. എന്തായാലും സത്യം സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഞാൻ പിന്നീട് DVD കണ്ടിട്ടില്ല. വെള്ളി നക്ഷത്രം കണ്ടിട്ടുണ്ട്, അത് തൃശ്ശൂർ കൈരളി തിയേറ്ററിലാണ്. അന്ന് തൃശ്ശൂർ കൈരളിയിൽ വെള്ളി നക്ഷത്രവും ചതിക്കാത്ത ചന്തു, എനിക്കിപ്പോൾ ഞാൻ അതൊക്കെ കോഴിക്കോട് നിന്നാണ് കണ്ടത്. തൃശ്ശൂർ കൈരളിയിൽ നിന്നാണ് വെള്ളി നക്ഷത്രം കണ്ടത്. ചതിക്കാത്ത ചന്തു എനിക്കോട് തൃശ്ശൂർ രാമദാസ് തിയേറ്റർ, കോഴിക്കോട് ഡേവിസൺ തിയേറ്റർ, വജ്രം അപ്സര തിയേറ്റർ, വിസ്മയത്തുമ്പത്ത് തൃശ്ശൂർ ജോസ്, കോഴിക്കോട് ബ്ലൂ ഡയമണ്ട്, ഇങ്ങനെയായിരുന്നു. എന്തായാലും വെള്ളി നക്ഷത്രം നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളെല്ലാവരും ഈ പല പടങ്ങളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.